അപ്പോൾ നമുക്ക് ഈ തറവാട്ടിലൊന്ന് പോയി വന്നാലോ? ഇത് 2-3 ആഴ്ച മുമ്പത്തെ വീഡിയോ ആണ് കേട്ടോ. സ്കൂളൊക്കെ വിട്ടതിന് ശേഷം ഞങ്ങൾ തറവാട്ടിലൊന്ന് വന്നതാണ്. ആഴ്ചയിൽ ഒരീസെങ്കിലും ഞങ്ങൾ അവിടെ നിന്ന് പോകലുണ്ട് കേട്ടോ. അപ്പോൾ ചെന്നപ്പോൾ തന്നെ അമ്മ നല്ല പായസമൊക്കെ ഉണ്ടാക്കി വെച്ചിന്, സേമിയ പായസം. അപ്പോൾ ഞങ്ങൾ അതൊക്കെ ഒന്ന് കുടിച്ചാണ്. വെറുതെ വന്ന് പോകാൻ വന്നതാണെന്നുണ്ടെങ്കിലും ഉമ്മാക്ക് ഇളച്ചിക്കൊക്കെ ഞങ്ങൾ ഫുഡ് കഴിക്കാതെ പോന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഭയങ്കര സമാധാനക്കേടാണ് കേട്ടോ. അങ്ങനെ ഓളെ വക എന്തൊക്കെ സ്പെഷ്യലൊക്കെ ഉണ്ടാക്കുന്നുണ്ട് പറഞ്ഞിട്ട് രാത്രിക്കത്തെ ഫുഡ് കഴിച്ചിട്ട് പോയാൽ മതി നിന്നിട്ടോ അല്ലേ ഇത്. അങ്ങനെ അച്ഛൻ്റെ വക നല്ല ഹോം മെയ്ഡ് പൊറോട്ടയൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും കൂടുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു ഫുഡൊക്കെ ഉണ്ടാക്കി കഴിച്ച് പോരുമ്പോൾ ഒരു ഭയങ്കര ഒരു സന്തോഷമാണല്ലേ. അപ്പോൾ ഞങ്ങൾ ചിക്കൻ കറി വെക്കാൻ പ്ലാൻ ഇട്ടിരുന്നത്. അപ്പോൾ ഞാനത് കുറുമ ആക്കാനായിട്ട് ഞങ്ങൾ രണ്ടാളും കൂടി കൂടിയാണ് കുറുമ ഉണ്ടാക്കിട്ടോ. സംഭവം ഞങ്ങൾ രണ്ടാളും ഇതുവരെ ഈ ചിക്കൻ കുറുമ ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. വെജിറ്റബിൾ കുറുമയൊക്കെ ഉണ്ടാക്കിക്കണമെന്നുണ്ടെങ്കിലും അപ്പോൾ അത് എങ്ങനെ ആകും എന്താണെന്നൊന്നും അറിയില്ല. ഇനി യൂട്യൂബിലൊക്കെ നോക്കിയാണ് ഉണ്ടാക്കി. പക്ഷേ സംഭവം നല്ല അടിപൊളിയായിന് കേട്ടോ. അങ്ങനെ നമ്മൾ ചില പരീക്ഷണങ്ങളൊക്കെ സക്സസ് ആകുമ്പോൾ ഭയങ്കര സന്തോഷമാണല്ലേ. അപ്പോൾ മഗ്‌രിബിൻ്റെ സമയമായി, അപ്പോൾ മക്കൾസൊക്കെ നിസ്കരിക്കണം കേട്ടോ. അപ്പോൾ അത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. ഈ ചെറിയ പ്രായത്തിൽ തന്നെ നമ്മളിതൊക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് പഠിപ്പിച്ചു കൊടുത്താലേ ഓൾക്ക് വലുതാകുമ്പോൾ ഇതിനൊന്നും മടി ഉണ്ടാവില്ല കേട്ടോ. നിസ്കാരം അങ്ങനത്തെ കാര്യങ്ങൾക്കൊന്നും. ഇവളാണ് കേട്ടോ നമ്മളെ വീട്ടിലത്തെ പേറ്റക്കും ചെറിയ സന്തതി. അപ്പോൾ നമ്മളോടൊക്കെ കളിച്ചും ചിരിച്ചൊക്കെ അങ്ങനെ നിൽക്കുകയാണ്. അതിൻ്റെ ഇടയിൽ കാക്കാരും താത്താരും ഒക്കെ നിസ്കരിക്കണമുണ്ട്. അങ്ങനെ ഞങ്ങൾ നിസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം എൽച്ചൻ്റെ പണി തുടങ്ങണം കേട്ടോ, പൊറോട്ട ഉണ്ടാക്കൽ. അപ്പോൾ നമ്മൾ വീട്ടിൽ അങ്ങനെ എപ്പോഴും ഉണ്ടാക്കാത്ത സാധനമാണ്. ചപ്പാത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ടെങ്കിലും ഇങ്ങനത്തെ പൊറോട്ട ഐറ്റംസ് നമ്മൾ വീട്ടിൽ ഉണ്ടാക്കില്ല, അധികം ഷോപ്പിൽ നിന്ന് അങ്ങനെ തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ പിന്നെ കുട്ടികളൊക്കെ ഇരുന്നാണ് സലാത്തെല്ലാം അങ്ങനെ ഇതിലൊക്കെ നമ്മൾ വേറെ വീട്ടിൽ മാറി താമസിച്ചിട്ട് 2 വർഷം കഴിഞ്ഞിട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ എനിക്ക് ഇങ്ങനെ സങ്കടം ഉണ്ടാകുമ്പോഴും അല്ലെങ്കിൽ ഒറ്റപ്പെട്ട പോലെയൊക്കെ തോന്നുന്ന സമയങ്ങളൊക്കെ ഉണ്ട് ഞാൻ തറവാട്ടിക്കും മൂത്തമാരുടെ വീട്ടിലൊക്കെ ഒന്ന് പോകല്. അങ്ങനെ പോയി വരുമ്പോൾ തന്നെ മനസ്സിനും ഒക്കെ ഭയങ്കര ഒരു സമാധാനവും ഒരു ഹാപ്പിക്കാണ് കേട്ടോ ഇടയ്ക്കൊക്കെ ഇങ്ങനെ വരുമ്പോൾ. അങ്ങനെ മക്കൾസൊക്കെ പിന്നെ നല്ല തകൃതിയായ കളികളാണ് കേട്ടോ. അതിൻ്റെ ഇടയിൽ പൊറോട്ടൻ്റെ കാര്യങ്ങളും നടക്കുന്നുണ്ട്. ഇതിങ്ങനെ കുറച്ച് സമയം പിന്നെ റെസ്റ്റ് ചെയ്യാൻ വെച്ചാണ് ഓരോന്നും ചെയ്യുന്നത്. അങ്ങനെ പൊറോട്ട പരത്തലും ചുടലൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി നിൽക്കണം കേട്ടോ. അങ്ങനെ കറിയാണെങ്കിലും പൊറോട്ട ആണെങ്കിലും ഒക്കെ അടിപൊളി ആയിട്ടോ ഉണ്ടാക്കിയത്. ഇപ്പോൾ ചില ഫുഡുകൾ നമുക്ക് കഴിക്കുമ്പോൾ വല്ലാത്തൊരു സന്തോഷമാണല്ലേ, നമ്മൾ തന്നെ വീട്ടിലുണ്ടാക്കി കഴിക്കുമ്പോൾ പുറത്തുനിന്ന് കൊണ്ടുവരുന്നതിനും കാട്ടിലും. അതേപോലെ തന്നെ ഞങ്ങൾ എല്ലാവരും ഒപ്പം ഇരുന്നിട്ടാണ് ഫുഡൊക്കെ കഴിച്ചത്. അതുകൊണ്ട് തന്നെ ഭയങ്കര ഒരു പോസിറ്റീവ് എനർജിയാണ് കേട്ടോ. അപ്പോൾ നമ്മളെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മൾ ഫോളോ ചെയ്ത് കൂടെ കൂടിക്കോളിയും. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോരുകയാണ്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും.